ഇയാളെ തന്നെ പറഞ്ഞതാ. അല്ലടേ, നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, നമ്മളാണ്? ഇയാളല്ലേ പറഞ്ഞത് ഈ പിള്ളേര് വിളിക്കാതെ അവിടെ വന്ന് കയറിയെന്ന്? എടാ, കൺട്രോൾ കൺട്രോൾ കൺട്രോൾ, ഒന്നും പറയാനില്ലടാ. ആ, വിഷയത്തിലേക്ക് വരട്ടെ. ആദില നൂറയെ ആരും വീട്ടിൽ കയറ്റുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ആദ്യം പറഞ്ഞത് അക്ബറിന്റെ ഉമ്മ ആണ്. അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് എന്താണ്? അവരുമായിട്ട് സഹകരിക്കേണ്ട കാര്യമില്ല, കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ബറിന്റെ ഉമ്മ എവിടെയെങ്കിലും അതിന് മാപ്പ് പറഞ്ഞ് നിങ്ങൾക്ക് അറിയുമോ? ഇല്ല. താങ്കൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്? നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാതെ ആ പിള്ളേർ അവിടെ വരത്തില്ല. ആ പിള്ളേർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻവിറ്റേഷനിൽ തന്നെയാണ്. അത് മാത്രമല്ല, കുറെ PR-കൾ ബാക്കിയുള്ളവരെ കളിയാക്കിക്കൊണ്ട് കുറച്ച് കാര്യം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവർ നടന്നു വരുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. നിങ്ങൾ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കൊട്ടാരത്തിൽ കയറ്റുമെന്ന്. അതായത് ഫിറോസ് കൊട്ടാരം ഉണ്ടാക്കി വെച്ചോ, കൊട്ടാരത്തിലേക്ക് ഇവരെ കയറ്റുകയാണ് എന്നാണ് അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ന്യൂറമാർ എവിടെയെന്ന് വെച്ചാൽ ന്യൂറമാർ പുറകിൽ വരുന്നുണ്ട്. ആദിലയും മറ്റേ ലായും കൂടെ പറയുന്നുണ്ടായിരുന്നു, അവരെ കൂടെ വന്നവർ. ശരി, ഈ ഒരു സംഗതിയിൽ മറ്റേ പെങ്കൊച്ചു ഒന്ന് പറഞ്ഞു നിങ്ങൾ വിളിച്ചിട്ടാണ് അവർ വന്നതെന്ന് പറഞ്ഞു. ഇതില് നിങ്ങളിപ്പോ ഈ എഴുതിയിട്ടിരിക്കുന്ന essay റൈറ്റപ്പില് ആരാരാ അവഹേളിച്ചെന്ന്? ആദിലയും നൂറയുമായിട്ടുള്ള പ്രശ്നങ്ങള് ബിഗ് ബോസിൽ അവർ കയറിയ സമയം തൊട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഇനി നമ്മളെയാണോ ഉപദേശിക്കുന്നത്? എന്നെയാണെങ്കിൽ എന്റെ വായിന്ന് കേൾക്കും കേട്ടാ. എന്റെ പണവും കിണ്ണമൊന്നും ഇവിടെ എടുക്കൂല, പച്ചയ്ക്ക് അങ്ങോട്ട് തരും. ഒരു തർക്കവും വിചാരിക്കണ്ട. നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടി വെച്ചവനാണ് നീ എന്നുള്ളത് തെളിവാണ് ഈ പോക്കർ തരം നീ എഴുതി വെച്ചിരിക്കുന്നത്. നീ ബാക്കിയുള്ള ഹേറ്റ് ക്യാമ്പയിൻ, എന്ത് ഹേറ്റ് ക്യാമ്പയിൻ? നിന്നെയാണ് ആളുകൾ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ഒരു തരത്തിലും നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ നിലപാട് എന്തോന്നാണ്? വീട്ടിൽ ഒരാളെ വിളിച്ചു വരുത്തുക, അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക, അവരെ ഒരാളെ ഏർപ്പാടാക്കി വീട് മുഴുവൻ കൊണ്ടുകിടന്ന് കാണിക്കുക, അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക, ശേഷം അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നും അവരെ ഞാൻ വിളിച്ചതിൽ ഖേദിക്കുന്നു എന്നും ഞാൻ പൊതുസമൂഹത്തിനോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്നും ഒക്കെ എഴുതിയിട്ടിട്ട് പിന്നെ ഇപ്പൊ എന്തു പറ്റി? എനിക്ക് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയാണ് ഇങ്ങേർക്ക്. ഇങ്ങേർക്ക് തന്നെ ഒരു സ്വയബോധ്യം ഇല്ല. ഇയാളിപ്പോ ചെയ്തത് ശരിയാണ് അല്ലേ? ഇതാണ് അയാളുടെ കൺഫ്യൂഷൻ എന്ന് തോന്നുന്നു. എന്ത് വാഴത്തുണ്ടെന്ന് പറഞ്ഞാലും ചെയ്ത പ്രവൃത്തി വളരെ മോശമാണ്, മ്ലേച്ഛമാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ, പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയോട് യാതൊരു ദേഷ്യവും ഇല്ല, യാതൊരു വെറുപ്പും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബാക്കിയുള്ളവർ ആക്രമിക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്കതിനെ അവരെ ഉപദ്രവിക്കുന്നതിനോട് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അടുത്ത് സംസാരിച്ച വ്യക്തിയും കൂടിയാണ്. എന്റെ മുമ്പത്തെ ഒരുപാട് വീഡിയോസ് അങ്ങനെയുള്ളതാണ്. പക്ഷെ ആദില നൂറ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളെ ബേസ് ചെയ്ത് കുറെ അധികം കാര്യങ്ങൾ നമുക്കറിയാം. ആ അറിവാണ് നമ്മൾ വന്ന് പബ്ലിക്കിൽ പറയുന്നത്. ആ മാതാപിതാക്കളെ ഇവർ പറയുന്ന രീതിയിൽ അവഹേളിക്കുന്ന തരത്തിൽ മറ്റാരും ചെയ്യാറില്ല. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ കുടുംബങ്ങളിലും വഴക്കുണ്ടാവും. അമ്മമാരുമായിട്ട് മിക്കവാറും പെൺകുട്ടികൾക്ക് ശലശന്റെയും വഴക്കും ഒക്കെ ഉണ്ടാവും. അത് പബ്ലിക് സ്പേസിൽ പറയരുത്. ഞാൻ എപ്പോഴും എല്ലാവരോടും